വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. 2 ദിനവൃത്താന്തം 4-ാം അധ്യായം. അദ്ദേഹം ഓട്ടുബലിപീഠം പണിതു. അതിന്റെ നീളം 20 മുഴവും വീതി 20 മുഴവും ഉയരം 10 മുഴവുമായിരുന്നു. ഉരുക്കിയ ലോഹം കൊണ്ട് അവൻ വൃത്താകൃതിയിലുള്ള ഒരു ജലസംഭരണിയും ഉണ്ടാക്കി. അതിന്റെ വ്യാസം 10 മുഴവും ആഴം 5 മുഴവും ചുറ്റളവ് 30 മുഴവും ആയിരുന്നു. അതിനു താഴെ ചുറ്റുമായി കാളകളുടെ രൂപങ്ങൾ. ജലസംഭരണിയുടെ ചുറ്റളവ് 10 മുഴമായിരുന്നു. അതിനെ ചുറ്റി ചേർത്തുരുക്കിയ ലോഹം കൊണ്ട് 2 നിര കാളകൾ ഉണ്ടായിരുന്നു. 12 കാളകളുടെ പുറത്താണ് അത് നിന്നിരുന്നത്. വടക്കോട്ട് തിരിഞ്ഞ് 3-ഉം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് 3-ഉം തെക്കോട്ട് തിരിഞ്ഞ് 3-ഉം കിഴക്കോട്ട് തിരിഞ്ഞ് 3-ഉം ആയിരുന്നു. ജലസംഭരണി അവയുടെ മുകളിൽ തുറന്നിരുന്നു. അവയുടെ ബാക്കി ഭാഗം അകത്തേക്കും അതിന്റെ വക്കിന് ഒരു കൈപ്പത്തി ഘനം പാനപാത്രത്തിന്റെ വക്കിന്റെ പണി പോലെ, അതായത് ലില്ലിപ്പൂ പോലെ ആയിരുന്നു അത് 3000 ബത്ത് അളവ് കൊള്ളുമായിരുന്നു. അവൻ 10 ഷാളന പാത്രങ്ങൾ ഉണ്ടാക്കി. ഹോമയാഗത്തിനുള്ള വസ്തുക്കൾ അവയിൽ കഴുകാനായി 5 വലത്തുവശത്തും 5 ഇടതുവശത്തും വച്ചു. അവർ അവയിൽ കഴുകിയിരുന്നു. പുരോഹിതന്മാർക്കു കഴുകാനായിരുന്നു ജലസംഭരണി. വിധിപ്രകാരം അവൻ 10 പൊൻവിളക്കുകാലുകൾ നിർമ്മിച്ച് 5 അകത്തളത്തിൽ വലത്തുനിന്ന് 5 ഇടത്തു നിന്നും വച്ചു. അവൻ 10 മേശകൾ ഉണ്ടാക്കി. 5 അകത്തളത്തിൽ വലത്തുനിന്നും 5 ഇടത്തു നിന്നും ക്രമീകരിച്ചു. 100 സ്വർണ്ണ താലങ്ങളും അവൻ ഉണ്ടാക്കി. അവൻ പുരോഹിതന്മാർക്കുള്ള അങ്കണവും വലിയ ആവൃത്തിയും പണിത് ആവൃത്തിയുടെ വാതിലുകളും അവയുടെ കതകുകളും ഓടു പൊതിഞ്ഞു. അവൻ ജലസംഭരണി വലതുഭാഗത്ത് തെക്കുകിഴക്കായി സ്ഥാപിച്ചു. കലങ്ങൾ, കോരുകകൾ, തളികകൾ എന്നിവയും ഹീരാം ഉണ്ടാക്കി. ദേവാലയത്തിൽ സോളമൻ രാജാവിനായി ചെയ്യാനുള്ള ജോലികൾ ഹീരാം ചെയ്തു പൂർത്തിയാക്കി. 2 സ്തംഭങ്ങൾ, പോതികകൾ, 2 സ്തംഭങ്ങളുടെയും തലയ്ക്കലുള്ള മകുടങ്ങൾ, സ്തംഭങ്ങളുടെ തലയ്ക്കലുള്ള മകുടങ്ങളുടെ 2 പോതികകളും മറയത്തക്കവിധം 2 ചിത്രപ്പണികൾ. 2 ചിത്രപ്പണികൾക്കും 400 മാതള നാരങ്ങകൾ. സ്തംഭത്തിന്മേലുള്ള പോതികകളുടെ മകുടങ്ങൾ മറയ്ക്കുന്നതിന് ഓരോ ചിത്രപ്പണിക്ക് ചുറ്റും 2 നിര വീതം മാതള നാരങ്ങകൾ. അവൻ പീഠങ്ങൾ നിർമ്മിച്ചു. പീഠങ്ങൾക്ക് മുകളിൽ ഷാളന പാത്രങ്ങളും നിർമ്മിച്ചു. ജലസംഭരണിയും അതിനു കീഴെയുള്ള 12 കാളകളും മിനുക്കിയ ഓടുകൊണ്ട് കലങ്ങൾ, കോരുകകൾ, മുൾക്കരണ്ടികൾ എന്നിവയും അവയുടെ എല്ലാ ഉപകരണങ്ങളും കർത്താവിന്റെ ആലയത്തിനായി ഹൂരാമബി സോളമൻ രാജാവിനു വേണ്ടി നിർമ്മിച്ചു. ജോർദാൻ തടത്തിൽ സുക്കോത്തിനും സെരെദേത്തായ്ക്കും മധ്യേയുള്ള കളിമൺ കളത്തിൽ ഇവയെല്ലാം രാജാവ് വാർത്തെടുത്തു. സോളമൻ ഈ ഉപകരണങ്ങൾ വളരെയധികം ഉണ്ടാക്കിയിരുന്നതിനാൽ അതിന് വേണ്ടി വന്ന ഓടിന്റെ തൂക്കം തിട്ടപ്പെടുത്തിയില്ല. അങ്ങനെ സോളമൻ ദേവാലയത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും നിർമ്മിച്ചു. സ്വർണ്ണ ബലിപീഠം, തിരുസാന്നിധ്യ അപ്പം വെക്കാനുള്ള മേശകൾ, ശ്രീകോവിലിന് മുൻപിൽ ക്രമപ്രകാരം കത്തിക്കാനുള്ള ശുദ്ധ സ്വർണത്തിന്റെ വിളക്കുകൾ, വിളക്കുകാലുകൾ, സ്വർണത്തിന്റെ അതായത് ശുദ്ധ സ്വർണത്തിന്റെ പൂക്കൾ, വിളക്കുകൾ, ചവണകൾ എന്നിവ, ശുദ്ധ സ്വർണം കൊണ്ട് കത്രികകൾ, ഷാളനപാത്രങ്ങൾ, ധൂപകലശങ്ങൾ, തീക്കോരുകകൾ എന്നിവ, ആലയത്തിന്റെ കവാടവും അതിന്റെ കതകുകളും, അതിവിശുദ്ധ സ്ഥലത്തിന്റെ ഉൾഭാഗവും ആലയത്തിന്റെ നടുത്തളത്തിന്റെ കതകുകളും സ്വർണമായിരുന്നു. 2 ദിനവൃത്താന്തം 5-ാം അധ്യായം. അങ്ങനെ കർത്താവിന്റെ ആലയത്തിനു വേണ്ടി സോളമൻ ചെയ്ത ഓരോ പണിയും പൂർത്തിയായി. അനന്തരം സോളമൻ തന്റെ പിതാവായ ദാവീദിന്റെ കാണിക്ക വസ്തുക്കൾ, അതായത് വെള്ളിയും സ്വർണവും മറ്റെല്ലാ ഉപകരണങ്ങളും കൊണ്ടുവന്ന് ദേവാലയ ഭണ്ഡാരങ്ങളിൽ നിക്ഷേപിച്ചു. തുടർന്ന് കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം ദാവീദിന്റെ നഗരമായ സിയോനിൽ നിന്ന് കൊണ്ടുവരാൻ
ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെയും ഗോത്രതലവന്മാരായ ഇസ്രായേലിയ പിതാക്കന്മാരുടെ എല്ലാ നേതാക്കന്മാരെയും സോളമൻ ജെറുസലേമിലേക്ക് വിളിച്ചു വരുത്തി. ഉത്സവത്തിൽ ഇസ്രായേലിലെ പുരുഷന്മാരെല്ലാം രാജാവിന്റെ പക്കൽ സമ്മേളിച്ചു. അത് 7-ാം മാസമായിരുന്നു. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ ലേവായർ പേടകം എടുത്തു. പേടകവും സമാഗമ കൂടാരവും കൂടാരത്തിൽ ഉണ്ടായിരുന്ന എല്ലാ വിശുദ്ധ ഉപകരണങ്ങളും അവർ എടുത്തുകൊണ്ടുവന്നു. ലേവായ പുരോഹിതന്മാരാണ് അവ വഹിച്ചത്. സോളമൻ രാജാവും അവന്റെ സവിതെ പേടകത്തിനു മുൻപിൽ ഒന്നിച്ചു കൂടിയ ഇസ്രായേൽ സമൂഹം മുഴുവനും എണ്ണാനും കണക്കാക്കപ്പെടാനും കഴിയാത്ത വിധം അത്രയേറെ ആടുകളെയും കാളകളെയും ബലി കഴിച്ചുകൊണ്ടിരുന്നു. പുരോഹിതന്മാർ കർത്താവിന്റെ ഉടമ്പടി പേടകം അതിന്റെ സ്ഥലമായ ആലയത്തിന്റെ ശ്രീകോവിലിൽ അതിവിശുദ്ധ സ്ഥലത്ത് കെരൂബുകളുടെ ചിറകുകളുടെ കീഴിലേക്ക് കൊണ്ടുചെന്ന് വെച്ചു. കെരൂബുകൾ പേടകത്തിന്റെ സ്ഥലത്തിനു മുകളിൽ ചിറകുകൾ വിടർത്തി നിന്നു. അങ്ങനെ കെരൂബുകൾ പേടകത്തെയും അതിന്റെ തണ്ടുകളെയും മുകളിൽ നിന്ന് മൂടിയിരുന്നു. തണ്ടുകൾക്ക് നീളമുണ്ടായിരുന്നതിനാൽ പേടകത്തിൽ നിന്നുള്ള ദണ്ടുകളുടെ അഗ്രങ്ങൾ ശ്രീകോവിലിന്റെ മുൻപിൽ ദൃശ്യമായിരുന്നു. എങ്കിലും പുറത്ത് ദൃശ്യമായിരുന്നില്ല. ഇന്നുവരെ അവ അവിടെയുണ്ട്. ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ കർത്താവ് അവരുമായി ഉടമ്പടി ചെയ്ത ഇടമായ ഹോറേബിൽ വെച്ച് മോശ നിക്ഷേപിച്ച 2 ഫലകങ്ങൾ അല്ലാതെ മറ്റൊന്നും പേടകത്തിൽ ഉണ്ടായിരുന്നില്ല. പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തു വന്നപ്പോൾ സന്നിഹിതരായിരുന്ന എല്ലാ പുരോഹിതന്മാരും ശുശ്രൂഷയ്ക്കുള്ള ഗണഭേദമില്ലാതെ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിരുന്നു. എല്ലാ ലേവായ ഗായകരും ആസാഫ്, ഹേമാൻ, യദുദൂൻ എന്നിവരും അവരുടെ പുത്രന്മാരും സഹോദരരും നേരിയ ചണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളുമായി ബലിപീഠത്തിന് കിഴക്ക് നിന്നു. കാഹളം ഊതിക്കൊണ്ടിരുന്ന 120 പുരോഹിതന്മാരും അവരോടൊപ്പം ഉണ്ടായിരുന്നു. കർത്താവിനെ സ്തുതിക്കുന്നതിനും കൃതജ്ഞത അർപ്പിക്കുന്നതിനുമായി ഏകസ്വരം കേൾപ്പിക്കുന്നതിന് കാഹളമൂത്തുകാർക്കും ഗായകർക്കും ഒന്നുപോലെ കടമയുണ്ടായിരുന്നു. അവർ കാഹളങ്ങൾ കൊണ്ടും കൈത്താളങ്ങൾ കൊണ്ടും സംഗീതോപകരണങ്ങൾ കൊണ്ടും അവിടുന്ന് തീർച്ചയായും നല്ലവനാണ്, എന്തെന്നാൽ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് എന്ന കർത്തൃസ്തുതി കൊണ്ടും സ്വരമുയർത്തിയപ്പോൾ ആലയം കർത്തൃഭവനം ഒരു മേഘത്താൽ നിറഞ്ഞു. മേഘം മൂലം ശുശ്രൂഷയ്ക്കായി നിൽക്കുന്നതിന് പുരോഹിതന്മാർക്ക് സാധിച്ചില്ല. കാരണം കർത്താവിന്റെ മഹത്വം ദേവാലയത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം. ഉണരുക സിയോനെ, ഉണരുക, നിന്റെ ശക്തി ധരിക്കുക. വിശുദ്ധ നഗരമായ ജെറുസലേമേ, നിന്റെ സൗന്ദര്യവേഷങ്ങൾ അണിയുക. എന്തെന്നാൽ അപരിച്ഛേദിതനും അശുദ്ധനും ഇനിമേൽ നിന്നിൽ പ്രവേശിക്കുകയില്ല. ബന്ധനസ്ഥനായ ജെറുസലേമേ, പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്ഥനായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക. എന്തെന്നാൽ കർത്താവ് ഇങ്ങനെ അരുളിച്ചെയ്യുന്നു: വിലക്കല്ലാതെ നിങ്ങൾ വിൽക്കപ്പെട്ടു, പണം കൂടാതെ നിങ്ങൾ വീണ്ടെടുക്കപ്പെടും. എന്തെന്നാൽ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: തത്കാലവാസത്തിനാണ് എൻ്റെ ജനം പണ്ട് ഈജിപ്തിലേക്ക് പോയത്. അകാരണമായാണ് അസീറിയ അവരെ പീഡിപ്പിച്ചത്. എൻ്റെ ജനം വിലക്കല്ലാതെ കൊണ്ടുപോകപ്പെട്ടു. ഭരണാധികാരികൾ നിമിത്തം അവർ വിലപിക്കുന്നു. കർത്താവിൻ്റെ അരുളപ്പാട്: എൻ്റെ നാമം ഇടതടവില്ലാതെ നിത്യവും നിന്ദിക്കപ്പെടുന്നു. ഇപ്പോൾ ആരാണ് എനിക്ക് അധരമായുള്ളത്? കർത്താവിൻ്റെ അരുളപ്പാട്: അതിനാൽ ആ ദിനത്തിൽ എൻ്റെ ജനം എൻ്റെ നാമം അറിയും. ഇതാ ഞാൻ എന്ന് പറയുന്ന ഞാൻ അവൻ തന്നെയാണ് എന്നതും. സദ്വാർത്ത അറിയിക്കുകയും സമാധാനം പ്രഘോഷിക്കുകയും രക്ഷവിളംബരം ചെയ്യുകയും നിന്റെ ദൈവം ഭരണം ആരംഭിച്ചിരിക്കുന്നു എന്ന് സിയോനോട് പറയുകയും ചെയ്യുന്ന സദ്വാർത്താ ദൂതന്റെ പാദങ്ങൾ മലമുകളിൽ എത്ര മനോഹരമാണ്. നിന്റെ കാവൽക്കാരന്റെ സ്വരം, അവർ സ്വരമുയർത്തിക്കഴിഞ്ഞു. അവർ ഒന്നായി ആർത്തു വിളിക്കും. കർത്താവ് സിയോനിലേക്ക് തിരികെ വരുന്നത് നിശ്ചയമായും അവർ സ്വന്തം കണ്ണാലെ കാണും. ജെറുസലേമിലെ ശൂന്യപ്രദേശങ്ങളെ ആർപ്പിടുവിൻ, ഒരുമിച്ച് ആർത്തുപാടുവിൻ. എന്തെന്നാൽ തൻ്റെ ജനത്തെ കർത്താവ് ആശ്വസിപ്പിച്ചിരിക്കുന്നു, ജെറുസലേമിനെ വീണ്ടെടുത്തിരിക്കുന്നു. എല്ലാ ജനതകളും കാണുകെ തൻ്റെ പരിശുദ്ധകരം കർത്താവ്
അനാവൃതമാക്കി കഴിഞ്ഞു. ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിന്റെ രക്ഷ കാണും. അകന്നു പോകുവിൻ, അകന്നു പോകുവിൻ, അവിടെ നിന്ന് പുറത്തു പോകുവിൻ. അശുദ്ധ വസ്തു അവർ സ്പർശിക്കാതിരിക്കട്ടെ. കർത്താവിന്റെ പാത്രവാഹകരെ, നിങ്ങൾ അവരിൽ നിന്ന് പുറത്തു പോകുവിൻ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾ പുറപ്പെടുന്നത് തിടുക്കത്തിലായിരിക്കുകയില്ല, നിങ്ങൾ ഓടിപ്പോകേണ്ടി വരികയുമില്ല. കാരണം കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. ഇതാ, എൻ്റെ ദാസന് ശ്രേയസ്സുണ്ടാകും. അവൻ ഉന്നതനാകും, ഉയർത്തപ്പെടും. അവന് വളരെ ഉയർച്ചയും ഉണ്ടാകും. അനേകർ അവനെ പറ്റി അമ്പരന്നതുപോലെ മനുഷ്യ സാദൃശ്യമില്ലാത്ത വിധം അവൻ തകർന്നവനായിരുന്നു. അവന്റെ രൂപമാകട്ടെ മനുഷ്യമക്കളുടേതായിരുന്നുമില്ല. അതെ, അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും. അവനെ പ്രതി രാജാക്കന്മാർ നിശബ്ദരാകും. കാരണം തങ്ങളോട് പറയപ്പെടാത്തവ അവർ കണ്ടുകഴിഞ്ഞു, കേട്ടിട്ടില്ലാത്തവ അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പുരോഹിതന്മാരും ദേവാലയത്തിന്റെ സേനാനായകനും സദുക്കായരും അവരുടെ നേരെ ചെന്നു. അവർ ജനത്തെ പ്രബോധിപ്പിക്കുകയും മരിച്ചവർക്ക് യേശുവിലുള്ള ഉത്ഥാനം പ്രഘോഷിക്കുകയും ചെയ്തിരുന്നതിനാൽ അവർ ഏറെ അസ്വസ്ഥരായിരുന്നു. ഇവർ അവരെ പിടികൂടി അടുത്ത ദിവസം വരെ തടവിലിട്ടു. കാരണം അപ്പോൾ സന്ധ്യയായി കഴിഞ്ഞിരുന്നു. വചനം കേട്ടവരിൽ അനേകർ വിശ്വസിച്ചു. അവരുടെ എണ്ണം 5000-ഓളമായി. പിറ്റേ ദിവസം ഭരണാധിപന്മാരും ശ്രേഷ്ഠന്മാരും നിയമജ്ഞരും ജെറുസലേമിൽ ഒന്നിച്ചുകൂടി. പ്രധാന പുരോഹിതനായ അന്നാസും കയ്യഫാസ്, യോഹന്നാൻ, അലക്സാണ്ടർ എന്നിവരും പ്രധാന പുരോഹിത കുടുംബത്തിൽപ്പെട്ടവരും അവിടെ ഉണ്ടായിരുന്നു. അവരെ മധ്യത്തിൽ നിർത്തി അവർ ചോദിച്ചു, ഏതു ശക്തിയാലാണ് നിങ്ങൾ ഇത് പ്രവർത്തിച്ചത്? അല്ലെങ്കിൽ ഏതു നാമത്തിൽ? അപ്പോൾ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ പത്രോസ് അവരോട് പറഞ്ഞു, ഭരണാധിപന്മാരെ, ശ്രേഷ്ഠന്മാരെ, രോഗിയായ ഒരു മനുഷ്യന് ഞങ്ങൾ ചെയ്ത ഒരു സത്പ്രവൃത്തിയെക്കുറിച്ചാണ്, എന്തിനാൽ ഇവൻ സുഖപ്പെട്ടു എന്നതിനെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനം മുഴുവനും ഇതറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ ക്രൂശിച്ചവനും മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിച്ചവനുമായ നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്. അതിൽ തന്നെയാണ് ഇവൻ ആരോഗ്യവാനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ മൂലക്കല്ലായി തീർന്ന കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. കാരണം നാം രക്ഷിക്കപ്പെടേണ്ടതിന് ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും അവർ നിരക്ഷരരായ സാധാരണ മനുഷ്യനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ അത്ഭുതപ്പെടുകയും അവർ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നവരാണെന്ന് ഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ സുഖം പ്രാപിച്ച മനുഷ്യൻ അവരോടൊത്ത് നിൽക്കുന്നത് കണ്ടതിനാൽ എതിർത്ത് പറയാൻ അവർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സംഘത്തിൽ നിന്ന് പുറത്തു പോകാൻ അവരോട് കൽപ്പിച്ച ശേഷം അവർ പരസ്പരം ആലോചിച്ചു, ഈ മനുഷ്യരോട് നാം എന്താണ് ചെയ്യുക? ഇവർ വഴി ശ്രദ്ധേയമായ ഒരടയാളം സംഭവിച്ചിരിക്കുന്നു എന്നത് ജെറുസലേം നിവാസികൾക്കെല്ലാം വ്യക്തമാണ്. അത് നിഷേധിക്കാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഇത് ജനത്തിനിടയിൽ കൂടുതൽ പ്രചരിക്കാതിരിക്കാൻ ഈ നാമത്തിൽ ഇനി ഒരു മനുഷ്യനോടും സംസാരിക്കരുതെന്ന് നമുക്ക് അവരെ താക്കീതു ചെയ്യാം. അവർ അവരെ വിളിച്ച് യേശുവിന്റെ നാമത്തിൽ ഒന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്നു കൽപ്പിച്ചു. പത്രോസും യോഹന്നാനും അവരോട് മറുപടി പറഞ്ഞു, ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണോ? നിങ്ങൾ വിധിക്കുവിൻ. എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തവയെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അവരെ ശിക്ഷിക്കാൻ വഴിയൊന്നും കാണായകയാൽ ജനം നിമിത്തം അവർ അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു. എന്തെന്നാൽ സംഭവിച്ചതിനെ പ്രതി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചിരുന്നു. സൗഖ്യത്തിന്റെ ഈ അടയാളം സംഭവിച്ച മനുഷ്യന് 40-ലേറെ വയസ്സുണ്ടായിരുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസം.